നമസ്കാരം. കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ റബ്ബർ വില ഓരോ ദിവസവും കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ടാപ്പിംഗ് പല ആൾക്കാരും നിർത്തി. അപ്പോൾ നിർത്തിയവർക്ക് ഈ വില കൂടിയത് പ്രയോജനം ലഭിക്കുന്നില്ല. അപ്പോൾ പലരുടെ ഒരു സംശയമാണ്, ചിലർ ചിരട്ടക്കറയാക്കി കൊടുക്കുന്നവരുണ്ട്, ഷീറ്റാക്കി കൊടുക്കുന്നവരുണ്ട്. ചിരട്ടക്കറയാക്കുന്നതാണോ ലാഭം, ഷീറ്റ് ആക്കുന്നതാണോ ലാഭം എന്ന് പലർക്കും സംശയമുണ്ട്. പലരുടെയും ധാരണ ഷീറ്റ് ആക്കുന്നതാണ് ലാഭമെന്നാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഷീറ്റ് ആക്കുന്നതിനേക്കാൾ ലാഭം ചിരട്ടക്കറ ആക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഷീറ്റ് ആക്കുന്നതിൻ്റെ ചിലവ് കണക്കാക്കാം. ആദ്യം നമ്മൾ ഷീറ്റ് ആക്കുന്നതിന് റബ്ബർ ടാപ്പിംഗ് ചെയ്യണം. ടാപ്പിംഗ് ചെയ്തതിന് ശേഷം പിന്നീട് അത് പാലെടുക്കണം. പാലെടുത്ത് അത് ആസിഡ് ഒഴിച്ച് ഉറയൊഴിക്കണം. ഉറയൊഴിച്ചിട്ട് ഷീറ്റ് അടിക്കണം. പിന്നെ അത് വെള്ളത്തിൽ മുക്കി വെയിലത്തിടണം. പിന്നെ അതിന് ശേഷം പുകപ്പരയിലെടുത്തിടണം. പുക കൊടുക്കണം. 3 ദിവസം കഴിഞ്ഞിട്ട് അത് എടുത്ത് കടയിൽ കൊണ്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രോസസ്സിങ് പൂർത്തിയാകുന്നുള്ളൂ. ഇനി ചിരട്ടക്കറ ആക്കുന്ന രീതി എങ്ങനെ നോക്കാം. ആദ്യം ടാപ്പിംഗുകാരൻ വന്ന് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നു. ചിരട്ടയിൽ ആസിഡ് ഒഴിച്ച് കൊടുക്കുന്നു. ഈ ചിരട്ടയിൽ പാല് വീഴുന്നു. ടാപ്പിംഗുകാരൻ വെട്ടിപ്പോകുന്നു. പിന്നെ അതിനുശേഷം അടുത്ത ടാപ്പിങ്ങിന് വരുന്ന സമയത്താണ് ഈ ചിരട്ടക്കറ ഇളക്കി ഇതിൻ്റെ ചോട്ടിലിടുന്നു. 2 ദിവസം അവിടെ കിടന്ന് വെയിൽ കൊണ്ട് ഒന്ന് തോന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തണലത്തിട്ട് ഉണക്കി പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കുന്നതാണ് കാണുന്നത്. ഇനി നമുക്ക് ഷീറ്റ് ആക്കുന്നതിൻ്റെയും ചിരട്ടക്കറ ആക്കുന്നതിൻ്റെയും ചിലവുകൾ നോക്കാം. നമ്മൾ ഷീറ്റ് ആക്കുമ്പോൾ നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്നതിൻ്റെ കൂലി, അതായത് കേരളത്തിൽ പല സ്ഥലത്തും പല ചാർജാണ്. തെക്കൻ ഭാഗത്തോട്ട് വരുമ്പോൾ ചാർജ് കുറവാണെങ്കിൽ വടക്കൻ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ചാർജ് കൂടുതലാണ്. അതായത് 2 രൂപ തൊട്ട് 3 രൂപ വരെ ഉണ്ട് വെട്ടി പാലെടുത്ത് ഷീറ്റ് അടിച്ച് ഇടുന്നതിന്. അപ്പോൾ ഇതിൻ്റെ ചിലവ് ഒരു മരത്തിന് ഒരു 3 രൂപ വെച്ച് കൂട്ടിയാലും ടാപ്പിംഗ് കൂലി കൂട്ടിയാലും പിന്നെ നമ്മൾ ആസിഡിൻ്റെ ചിലവുണ്ട്, പിന്നെ ഷീറ്റ് അടിക്കുന്നതിൻ്റെ ചിലവുണ്ട്, പുകപ്പരയിലിട്ട് പുകയ്ക്കുന്നതിൻ്റെ ചിലവുണ്ട്, പിന്നെ കടയിൽ കൊണ്ട് കൊടുക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉണ്ട്. ഇനി നമുക്ക് ചിരട്ടക്കറ ആക്കുന്നതിൻ്റെ ചിലവ് നോക്കാം. ചിരട്ടക്കറ ആക്കുന്നതിൻ്റെ ചിലവെന്ന് പറയുന്നത് ടാപ്പിംഗ് കൂലിയാണ് പ്രധാനമായിട്ടും. കേരളത്തിൽ പല സ്ഥലത്തും പല ചാർജാണ്. ടാപ്പിംഗ് ചെയ്യുന്നതിന് മാത്രം 1 രൂപ മുതൽ 2 രൂപ വരെ ആണ് കൂലി. അപ്പോൾ ഈ കൂലി മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ പാലെടുക്കുന്ന ചിലവ് അങ്ങനെയൊന്നുമില്ല. ടാപ്പിങ്ങിൻ്റെ കൂലി മാത്രമേ ഇതിലാകുന്നുള്ളൂ. പിന്നെ ആസിഡിൻ്റെ ചിലവ് നമ്മൾ ഷീറ്റ് ആക്കുന്നതിനും ചിരട്ടക്കറ ആക്കുന്നതിനും ഒരേ ചിലവാണ് ആസിഡിന് വരുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടിംഗ് ചാർജും ഒരേ ചിലവാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ലാഭകരമാണ് എന്ന് നോക്കാം. നമ്മുടെ കേരളത്തിൽ റബ്ബർ ഷീറ്റ് എടുക്കുന്ന രീതി എന്ന് പറയുന്നത് 4 ഷീറ്റ്, 5, ലൂസ്, ലോട്ട്, അങ്ങനെ ആ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഉണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ 100% ഉണങ്ങിയ ഷീറ്റാണ് ഈ 4 ഷീറ്റ് എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്നത് 100% ഉണങ്ങി എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് കുറച്ച് പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ അത് 5 ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ലൂസ് എന്ന് പറയുന്നത് ചെറിയ പച്ച കാണും. അപ്പോൾ എല്ലാം കൂടെ മിക്സിംഗ് ആയിട്ടുള്ളത് ഉള്ള ഷീറ്റാണ് ഈ ലൂസ് എന്ന് പറയുന്നത്. ലോട്ട് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഷീറ്റാണ് ഈ ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിരട്ടക്കറ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് അവരെടുക്കുന്ന രീതി DRC കണക്കാക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ചിരട്ടക്കറയുടെ ഉണക്ക് അപ്പോൾ എന്തുമാത്രം ഉണങ്ങിയിട്ടുണ്ട് എന്ന് കണക്കാക്കാം. DRC എന്ന് പറഞ്ഞാൽ ഡ്രൈ റബ്ബർ കണ്ടൻറ്റ്. അപ്പോൾ 60% ഉണങ്ങിയത്, 70% DRC, 80% DRC. എന്താണ് 60%, 70%, 80%? അതായത് 60% DRCയിലെ ഒട്ടുപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 60% മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ, ബാക്കി 40% പച്ചയുണ്ട് എന്നാണ്. 70%-ന് 30% പച്ചയുണ്ടെന്നും 80%-ന് 20% പച്ചയുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ചിരട്ടക്കറ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഉണങ്ങിയാൽ മതി. അപ്പോൾ എത്ര കിടന്ന് ഉണങ്ങിയെന്ന് പറഞ്ഞാലും ഈ 80%-ത്തിൽ കൂടുതൽ ഒരിക്കലും 100% വില കിട്ടുകയില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചിരട്ടക്കറ ലാഭകരമാക്കാം എന്ന് നോക്കാം. ലാഭകരമാക്കാൻ ടാപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ടാപ്പിംഗ് ചെയ്ത് പോകുമ്പോൾ തന്നെ, ടാപ്പിംഗ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ ചിരട്ടയിൽ ഈ ആസിഡ് ഒഴിക്കണം. അല്ലാതെ ടാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആസിഡ് ഒഴിക്കാൻ പോകുന്നതെങ്കിൽ അതിന് അധിക ചിലവ് വരും. അപ്പോൾ അത് ആസിഡ് ഒഴിക്കണം, കമ്പ് വെച്ചിങ്ങനെ ഇളക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടാപ്പിംഗ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആസിഡ് ഒഴിക്കാം. അപ്പോൾ ഈ പാല് വീഴുന്നതിൻ്റെ ചലനം കൊണ്ട് ബാക്കി പാലും ആസിഡുമായിട്ട് മിക്സായി കിട്ടും. പിന്നെ ഇതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് നമ്മൾ ലാഭകരമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ടാപ്പിംഗ് കഴിഞ്ഞ് പോയി ആസിഡ് ഒഴിച്ച് പോയി പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസമായിട്ട് ആയിരിക്കും പിന്നീട് വരുന്നത്. ഒന്നരാടം ടാപ്പിങ്ങിനായിരിക്കും വരുന്നത്. അന്നേരം ടാപ്പിങ്ങിന് വരുമ്പോൾ നമ്മുടെ ചിരട്ട നോക്കണം. ചിരട്ട നോക്കിയിട്ട് അരച്ചിരട്ട പാല് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചിരട്ടയിലെ പാല് എടുക്കരുത്. ഏതൊക്കെ ചിരട്ട ആണ് നിറഞ്ഞിരിക്കുന്നത് അത് മാത്രം ആ ചിരട്ടക്കറ നമ്മൾ അതിൻ്റെ ചോട്ടിൽ തട്ടിയിട്ടാൽ മതി. കാരണം നമ്മൾക്ക് ആ ചിരട്ടക്കറ നിറഞ്ഞ് കിട്ടുമ്പോഴാണ് അത് നമുക്ക് ലാഭകരമായിട്ട് വരുന്നത്. പിന്നീട് ഒരു സംശയം സാധാരണ സ്വാഭാവികമുണ്ടാവും. അപ്പോൾ അരച്ചിരട്ട പാല് മാത്രമേ ഉള്ളൂ, പിന്നീട് നമ്മൾ ആ ചിരട്ട വെച്ച് കഴിഞ്ഞാൽ ആ ചിരട്ട കവിഞ്ഞ് പോയാലോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും. പക്ഷേ അങ്ങനെ കവിഞ്ഞ് പോകാൻ സാധ്യതയുള്ളിടത്ത് നമ്മൾ അതിൻ്റെ അടിയിലും കൂടെ ഒരു ചിരട്ട വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, ചിരട്ടക്കറ നിറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ചിരട്ടക്കറ എടുക്കാവുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ചിരട്ടക്കറ എടുത്തതിൻ്റെ ചോട്ടിലിടുക. ചോട്ടിലിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് പറക്കിക്കൊണ്ട് പോയിട്ട് നമ്മൾ പുകപ്പര ഉണ്ടെങ്കിൽ ആ പുകപ്പരയുടെ തട്ടിൻ്റെ മേളിൽ ഒന്നിട്ട് 2 ദിവസം ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം നമുക്ക് കടയിൽ കൊണ്ട് വിൽക്കാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ നമുക്ക് ലാഭകരമാകുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ചട്ടക്കറ എന്ന് പറയുന്നത് നമുക്ക് 70% മാത്രം ഉണങ്ങിയാൽ മതിയായിരിക്കും. 70% ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 138 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റബ്ബർ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് 205 രൂപ ഇപ്പോൾ വിലയുണ്ട്. അപ്പോൾ 138 രൂപ നമ്മൾ 70% ഇറക്കും, ബാക്കി 30% കൂടെ ചേർക്കും. നമുക്ക് ഏകദേശം നമ്മുടെ 1 കിലോ ചട്ടയ്ക്ക് 180 രൂപയോളം വില ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റബ്ബർ ഷീറ്റ് എന്ന് പറയുമ്പോൾ 100% ഉണങ്ങണം. നമുക്ക് ഈ ചട്ടക്കറ എന്ന് പറയുമ്പോൾ നമുക്ക് 70% മാത്രം ഉണങ്ങിയാൽ മതി. അതാണ് അതൊരു പ്രത്യേകത. പിന്നെ നമുക്ക് ടാപ്പിംഗ് കൂലിയിലും കുറവുണ്ട്. പിന്നെ നമ്മൾ പാലെടുക്കേണ്ട, ഷീറ്റ് അടിക്കേണ്ട, പിന്നെ അതുപോലെ പുകപ്പരയിട്ട് പോയിക്കേണ്ട, അങ്ങനെയൊക്കെയുള്ള വലിയ ലാഭമുണ്ട്. അപ്പോൾ നിങ്ങൾ 1
ഒരു പ്രാവശ്യം ഈ ചിരട്ടക്കറ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് തന്നെ ചെയ്യുകയുള്ളൂ. നിങ്ങൾ പല തോട്ടങ്ങളും കണ്ടിട്ടുള്ളൂ ഇല്ലേ? അവർ ചിരട്ടക്കറ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് അവർ റബ്ബർ ഷീറ്റ് ആക്കുന്നില്ല. ഈ ചിരട്ടക്കറ തന്നെ ആക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? അവർക്ക് അതുകൊണ്ട് ലാഭമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരാഴ്ച നിങ്ങൾ റബ്ബർ ഷീറ്റ് ആക്കി നോക്കുക, ഒരാഴ്ച ചിരട്ടക്കറയാക്കി നോക്കുക. എന്നിട്ട് ഈ ഒരാഴ്ചത്തെ റബ്ബർ ഷീറ്റിൻ്റെ കണക്ക് നോക്കുക, ചിരട്ടക്കറയ്ക്ക് കിട്ടിയ കണക്ക് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റബ്ബർ ഷീറ്റിനേക്കാളും കൂടുതൽ ക്യാഷ് ഈ ചിരട്ടക്കറയിൽ നിന്ന് കിട്ടും. അത് എൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് എന്തുവെന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോയ്ക്കുള്ളിൽ കമൻറ്റ് ചെയ്യണം. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ